മാമത്തുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആനകളിൽ വംശനാശം വന്ന ഒരു വകഭേദമാണവ. വളഞ്ഞ കൊമ്പുകളുമായാണ് അവയെ ചിത്രീകരിക്കാറുള്ളത്. ഹിമയുഗത്തിന്റെ അന്ത്യത്തോടെ അന്യം നിന്നുപോയ ഇവയെ പുനർജീവിപ്പിക്കാൻ പോവുകയാണ് ശാസ്ത്രലോകം. പറഞ്ഞു വരുന്നത് പുതിയ ഹോളിവുഡ് സൈഫൈ സിനിമയുടെ കഥയല്ല. കൊളോസൽ എന്ന സ്റ്റാർട്ടപ്പാണ് ഈ ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയുടെ ആഗോളതാപന അളവുകളെ നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഇതിനോടകം തന്നെ 100 കോടി രൂപയ്ക്ക് മുകളിൽ സമാഹരിച്ചു കഴിഞ്ഞു കൊളോസൽ. ഏഷ്യൻ ആനകളിൽ ജീൻ എഡിറ്റിംഗ് ചെയ്ത് മാമത്തുകളോട് സാമ്യമുള്ളവയാക്കി മാറ്റുകയാണ് ഉദ്ദേശം. ഭൂമിയുടെ വടക്കേ അറ്റം, അതായത് ആർട്ടിക് റീജിയൻ, നിറയെ പെർമാഫ്രോസ്റ്റ് ആണ്. വർഷങ്ങളായി മഞ്ഞിനുള്ളിൽ മരവിച്ചു കിടക്കുന്ന മണ്ണും പാറയുമൊക്കെയാണ് പെർമാഫ്രോസ്റ്റ്. താപനില കൂടുമ്പോൾ ഇതിനുള്ളിലെ മഞ്ഞ് ഉരുകുകയും ഇതുവരെ വിഘടിക്കാതിരുന്ന സസ്യങ്ങളും മറ്റും വിഘടിക്കാൻ ആരംഭിക്കുകയും അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് മീഥേൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ ഗ്രീൻ ഹൗസ് വാതകങ്ങൾ വമിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 1670 ടൺ പെർമാഫ്രോസ്റ്റ് ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ഇതുവരെ മനുഷ്യയുഗം പുറന്തള്ളിയതിന്റെ 4 ഇരട്ടിയോളം കാർബൺ ഡയോക്സൈഡ് വരും ഇവയിൽ. മഞ്ഞുരുകുമ്പോൾ സസ്യങ്ങളുടെ കൂടെ അതിപുരാതനമായ വൈറസുകളും ബാക്ടീരിയകളും കൂടെ പുറത്തുവരും. അവ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ആപത്താണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സൂക്ഷ്മജീവികളെ വരെ ശാസ്ത്രലോകം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാമത്തുകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഉപകാരങ്ങളാണ് ഉണ്ടാവുക. ആവാസ വ്യവസ്ഥയെ നല്ല രീതിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നവയാണ് മാമത്തുകൾ. അവർ മരങ്ങളെ പിഴുതുമാറ്റി അവയേക്കാൾ കൂടുതൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന പുല്ലുകൾക്ക് ഇടം നൽകുന്നു. അങ്ങനെ ആഗോള താപന അളവുകൾ കുറയ്ക്കാൻ സാധിക്കുന്നു. 10,000 വർഷങ്ങൾക്ക് മുന്നേ സൈബീരിയൻ മരങ്ങളിൽ കണ്ടുവന്നിരുന്ന മാമത്തുകളും ചെയ്തിരുന്നത് ഇതാണ്. ശൈത്യകാലത്താകട്ടെ ഇവ പുല്ലിനു വേണ്ടി മഞ്ഞ് കുഴിച്ച് മണ്ണിന്റെ ഉപരിതലം തുറന്നു കാട്ടുന്നു. അല്ലാത്ത പക്ഷം മണ്ണ് ചൂടാവുകയും അങ്ങനെ താപനില വീണ്ടും ഉയരുകയും ചെയ്യും. ഇതൊക്കെ പെർമാഫ്രോസ്റ്റ് ഉരുകാൻ വേറൊരു കാരണമാകും. മാമത്തുകളെ പോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധമുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഡോഡോ. ഡോഡോയ്ക്ക് വംശനാശം സംഭവിച്ചതോടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നവയാണ് കാൽവരിയ മരങ്ങൾ. തങ്ങളുടെ ജീവിത കാലയളവ് പൂർത്തിയാക്കാൻ അവയ്ക്ക് ഡോഡോയുടെ സഹായം വേണം. ഭൂമുഖത്തെ എല്ലാ ജീവികൾക്കും അവയുടേതായ പ്രാധാന്യമുണ്ട്. തമ്മിൽ സങ്കീർണമായ ബന്ധങ്ങളുമുണ്ട്. ഏതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നും ഒരാൾ നീക്കം ചെയ്യപ്പെട്ടാൽ ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് രൂപപ്പെട്ട സന്തുലിതാവസ്ഥ തടസ്സപ്പെടാം. ഇത് ഒട്ടേറെ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് മാമത്തുകളുടെ വംശനാശവും ആഗോളതാപനവും. ഹ്യൂമൻ ജീനോം പ്രോജക്ടിന്റെ പിതാവെന്നറിയപ്പെടുന്ന ജോർജ് ചർച്ചിന്റെ നേതൃത്വത്തിലാണ് കൊളോസൽ മാമത്തുകളെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. ഇവിടെയുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ വെള്ളം, റേഡിയേഷൻ, വായു മുതലായവ DNA നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സാമ്പിളുകളിൽ പോലും ക്ലോൺ നിർമ്മിക്കാൻ ഉതകുന്ന കൃത്യമായ DNA ലഭിക്കണമെന്നില്ല. ഈ കാരണത്താലാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവയിൽ മാമത്തുകളുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ഏഷ്യൻ ആനയെ ശാസ്ത്രലോകം ഈ പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത്. രണ്ടും തമ്മിൽ 1.4 ദശലക്ഷം വർഷങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ ജനിതക ഘടന ഏതാണ്ട് 99.6% ഒരുപോലെയാണ്. ഇവയിൽ നിന്നും ഇനി ഉണ്ടാക്കാൻ പോകുന്ന വകഭേദത്തിന് ആനയുടെയും മാമത്തുകളുടെയും സവിശേഷതകൾ ഉണ്ടാകും. അതായത് ഏഷ്യൻ ആനകളെ പോലെ ഉയർന്ന താഴികക്കുടമുള്ള തലയും ചെറിയ ചെവികളും നീളമുള്ള കൊമ്പുകളും ചെറിയ വാലും അതികഠിന ശൈത്യത്തെ മറികടക്കാൻ കഴിയുന്ന കൊഴുപ്പ് ആവരണവും വലിയ കട്ടികൂടിയ രോമങ്ങളും അവയ്ക്കുണ്ടാകും. ക്രിസ്പ് അഥവാ Cas9 എന്ന ജീൻ എഡിറ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ആനകളുടെ DNA മുറിച്ചു മാറ്റി പകരം മാമത്തിന്റെ സ്വഭാവ ഗുണങ്ങളുള്ള DNA പകർത്തിവെക്കുന്നു. അങ്ങനെ ഉണ്ടായ പുതിയ DNA ആനയുടെ അണ്ഡത്തിലേക്ക് മാറ്റി ശേഷം കൃത്രിമ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കും. കൃത്രിമ ഗർഭപാത്രത്തിലൂടെ ആടുകളെ പോലെ ഉള്ളവയ്ക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിലും മാമത്തുകളെ അങ്ങനെ ജനിപ്പിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം മാമത്ത് വളരണമെങ്കിൽ 22 മാസത്തേക്ക് 900 കിലോ താങ്ങാൻ കഴിയുന്ന കൃത്രിമ ഗർഭപാത്രം നിർമ്മിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ജീവികളെ മാമോഫാൻഡ് എലിഫന്റ് എന്നും ചിലർ വിളിക്കാറുണ്ട്. എന്നിരുന്നാലും ഇവ ഒരിക്കലും ഭൂമിയുടെ ഉയർന്നു വരുന്ന താപനിലയ്ക്ക് ഒരു പരിഹാരമല്ല. കാരണം ഒരു മാമത്ത് വളരാനും പ്രത്യുൽപാദന ശേഷി കൈവരിക്കാനും കുറഞ്ഞത് 14 വർഷമെങ്കിലും എടുക്കും. കാലാവസ്ഥാ പ്രതിസന്ധികൾ മാറാൻ അതിനാൽ തന്നെ ഗവൺമെന്റുകളും കോർപ്പറേറ്റുകളും വേറെ പരിഹാരങ്ങളും കണ്ടെത്തേണ്ടിയിരിക്കുന്നു.